എന്താണ് പാപ്പക്കുട്ടാ? അത് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ കേൾക്കണ്ട. അത് കുറെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ എടാ ജിജീഷേ, ഈ കേസ് അപ്പക്കുട്ടനെ ഇത്തിരി ബിരിയാണി ഉണ്ടാക്കി കൊടുക്കറ. നല്ല ബെസ്റ്റ് ബിരിയാണി. നീ വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് നമ്മളൊന്നും തിന്നില്ല. ആ എടാ ജിജീഷേ, നമുക്ക് ഇന്നൊരു മട്ടൻ ബിരിയാണി വെക്കാം. വേഗം പോയി ഇറച്ചിയും മറ്റുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുണ്ടോ. ഇന്നത്തെ വീഡിയോ മട്ടൻ ബിരിയാണിയാണ്. എല്ലാവർക്കും മട്ടൻ ബിരിയാണിയിലേക്ക് സ്വാഗതം. നമ്മൾ 5 കിലോ മട്ടനിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നമ്മൾ മട്ടൻ വെള്ളത്തിലിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിന് നേരെ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകി രണ്ട് കിലോ സബോള, അതേപോലെ തന്നെ ഒരു 1.5 കിലോ തക്കാളി, ഒരു 100 പച്ചമുളക്, 100 ഇഞ്ചി, 100 വെളുത്തുള്ളി, കുറച്ച് വേപ്പില. നമുക്ക് ആദ്യം തന്നെ സബോള നന്നാക്കി ഇതിന് ബിരിയാണിക്ക് വേണ്ട സബോള കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് സബോളയൊക്കെ നന്നാക്കി എടുക്കാം. സബോള നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് സബോള ഇട്ട് കൊടുക്കാം. നമുക്ക് തക്കാളി കട്ട് ചെയ്തെടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ പിന്നാലെ സബോള ഇട്ടതിൻ്റെ പിന്നാലെ നമുക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ചതച്ചെടുക്കാനുള്ളതാണ്. കട്ട് ചെയ്തൊക്കെ അതേപോലെ തന്നെ ഇഞ്ചിയും കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് ചതയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് പെട്ടെന്ന് ചതയും. വെളുത്തുള്ളി തൊണ്ട് കളയല്ലേ, അതിൻ്റെ ഇതിന് വെളിച്ച് കളയണുള്ളൂ. ഇതും കൂടി ഇട്ട് ചതയ്ക്കണേ. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പയ്യെ ചതച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊണ്ട് ചതച്ചത് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേപ്പില ഇട്ട് കൊടുക്കണം. ചെറിയൊരു തണ്ട് വേപ്പില ഇട്ട് കൊടുത്തേക്കണേ. 2 പീസ് തണ്ട്, ചെറിയ തണ്ട് വേപ്പില അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചു തുടങ്ങാം. ഒരു മൂടി എടുത്ത് മൂടാം. ഒരു മൂടി വെച്ചിട്ട് നല്ല ടൈറ്റിനാണ് മൂടി കൊടുക്കുന്നത്. അവിടെ നിന്ന് വേവട്ടെ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ 3 കിലോ അരി റൈസൊക്കെയാണ് ബിരിയാണി റൈസ് ഉണ്ടാക്കണത്. ചെറിയ കൈമ റൈസാണ്, റോസ് റൈസ്. നമുക്കിത് കഴുകിയെടുക്കാം. ഒരു 3 പ്രാവശ്യം കഴുകി വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂർ കുതിരാൻ വയ്ക്കാം. ഒരു 3 പ്രാവശ്യം കഴിഞ്ഞിട്ട് കുതിരാൻ വയ്ക്കാം. ആവണുള്ളൂ, ഒന്നുകൂടി ആവട്ടെ. നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സബോള കട്ട് ചെയ്യാം. റൈസ് അടിക്കാനുള്ളത് ഒരു ക്യാരറ്റും കട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് ഇഞ്ചി, ഒരു പീസ് വെളുത്തുള്ളിയാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നന്നാക്കി എടുത്താണ്. രണ്ട് പച്ചമുളക്,
അപ്പോൾ നമുക്ക് അരി ഊറ്റിയെടുക്കാം. പിന്നെ വെള്ളം ആദ്യം കളയാം. നമ്മളിതിനധികം സൺഫ്ലവർ ഓയിൽ ഒരു 200 ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒരു കമ്മരി കണക്കിന് കേട്ടോ ഒഴിച്ചേക്കണേ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഒരു 250 ഗ്രാം RKG അതിനധികം ഒഴിച്ചു കൊടുക്കാം. ഒരു 10 പീസ് ഏലക്കായ, അതേപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം, 2 തക്കോലം, ഒരു 10-15 പീസ് ഗ്രാമ്പു, 5-8 പീസ് പട്ട, കുറച്ച് ജാതിപത്രി. നമുക്ക് ഇതിട്ട് കൊടുത്ത് ഒന്ന് ആദ്യം ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത സബോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അതുകൂടി ഇട്ട് കൊടുക്കണം. മറ്റേ നന്നായിട്ട് ഫ്രൈ ചെയ്തു നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 4.5 ലിറ്റർ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് കൊണ്ടുവന്ന് വെച്ചേക്കാണ്. ഇത് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഈ വെള്ളം നേരെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് നേരെ നല്ല തിളച്ച വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തുണ്ട്. നന്നായിട്ട് തിളക്കട്ടെ. 2 ചെറുനാരങ്ങ പിഴിഞ്ഞതിൻ്റെ നീരെടുക്കണം. ചെറിയ നാരങ്ങ നമ്മൾ ഒരു നാരങ്ങ പിഴിഞ്ഞുകൊണ്ട് അതിന് നീര് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാറായിട്ടുണ്ട്. റൈസ് ഊറ്റി വെച്ചെന്താണത് ഏകദേശം നമ്മുടെ വെള്ളം തിളച്ചേക്കണം. നമുക്ക് നേരിട്ട് കഴിഞ്ഞ് ഇട്ട് കൊടുക്കാം. നേരെ റൈസ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ റൈസ് നന്നായിട്ട് തിളച്ചു. ഇനി റൈസ് തീ നന്നായിട്ട് കുറയ്ക്കണം. എല്ലാ ഭാഗത്തും നന്നായിട്ട് തിളകണ്ട. ഇനി തീയൊന്ന് വളരെ കുറച്ചിടാം. ഇനി തിളച്ച് മൊത്തം വെള്ളം ഒന്ന് ഇരുത്താം. അടച്ചു വയ്ക്കാം. ഇനി ഇത് ഒരു തീയിലിടുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും കുറച്ചുകൂടി കുറയ്ക്കാം. അപ്പോൾ ഈ വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മട്ടൺ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പയ്യ തുറക്കാം. മട്ടൺ ഏകദേശം വെന്തിട്ടുണ്ട്. പീസ് എടുത്ത് നോക്കാം. കുറേ നേരം അതിൽ വെച്ചിട്ട്. അപ്പോൾ നന്നായിട്ട് മട്ടൺ വെന്തുണ്ട്. ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. നമ്മൾ വീട്ടിലെ മഞ്ഞൾ പൊടിച്ചെടുത്താണ്. നല്ല കളറും അതേപോലെ തന്നെ നല്ല ഗുണമുള്ള പൊടിയാണ്. അതിൻ്റെ ഒരു കുറച്ചിട്ടാൽ മതി. ഓക്കെ, നന്നായിട്ട് നടക്കാം. ഗരം മസാല നമ്മളിവിടെ പൊടിച്ചതാണ്. 2 ടീസ്പൂണ് ഫുൾ ടീസ്പൂണ് ഗരം മസാല. അതിൽ കുരുമുളക് പൊടി നമ്മുടെ വീട്ടിലെ കുരുമുളക് പൊടിച്ചത് തന്നെയാണ്.
ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടി, വലിയ ടീസ്പൂണാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ്. നമ്മളൊരു കയ്യിൽ നല്ല പുളിയുള്ള തൈരാണ്. അതിന്റെ പേരില് ലൂസായിട്ടുള്ള തൈരാണ്. ഒരു കയ്യിൽ തൈര് വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കാൻ മതി. അതിങ്ങനെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി വേവിക്കാം. മട്ടനിലിടാനുള്ള മല്ലിയില ചെറിയൊരു കുറച്ച്, അതേപോലെ തന്നെ കുറച്ച് പൊതിനി, അത് രണ്ടും കൂടി കട്ട് ചെയ്ത് മട്ടനിലേക്ക് ഇടാം. മല്ലിയില പൊതിന കട്ട് ചെയ്ത് ഇട്ടേക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മളെ മട്ടൺ ഏകദേശം ഒരു 70% വെന്തുണ്ടോ. ഇനി ഒരു 30% നമ്മൾ ദമ്മടിച്ചിട്ട് വേവിക്കും. അപ്പൊ നേരത്തെ ഒരു 30% വെന്ത് കഴിയുമ്പോൾ നല്ല പീസ് നന്നായിട്ട് വെന്തുണ്ടാവും. അപ്പൊ നമുക്ക് ഏകദേശം 70% നമുക്കിത് ഓഫ് ചെയ്യാം. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. നമ്മളൊരു 10 മിനിറ്റ് വരെയും വെള്ളം വറ്റിയതിന് ശേഷം ഈ ചെറിയൊരു തീയിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസ് ഏകദേശം വെള്ളം വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട് റൈസ്. നമുക്ക് ഇനി ഇതൊന്ന് ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് തുറക്കാം. റൈസ് നമുക്ക് റൈസ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. നന്നായിട്ട് വെന്തുണ്ട്. നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം. അതിൻ്റെ അടിയിൽ മട്ടൺ ഇട്ടിട്ട് ദമ്മടിക്കാം. നമുക്ക് റൈസ് ഈ ഇതിലേക്ക് മാറ്റിയിട്ടേ ഇതിനകത്ത് മട്ടൺ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റൈസ് ഒരു ബേസിലേക്ക് മാറ്റാം. നമുക്ക് മട്ടന് ഇതിനകത്ത് ആക്കി കൊടുക്കാം. പാത്രത്തേക്ക് ദമ്മടിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ റൈസ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. മട്ടൻ്റെ മേലേക്ക് അടുത്ത റൈസ് കൊണ്ട് ഇട്ട് കൊടുക്കാം. സബോള ഓണാക്കിയ നമുക്ക് സബോളയും അണ്ടിപ്പരിപ്പും മുന്തിരി ബിരിയാണിലേക്ക് ഇടാൻ വേണ്ട, അത് വറുത്തെടുക്കാം. നമ്മളിത് ചിക്കൻ വറുത്ത ഓയിലാണ്. രാവിലെ ചിക്കൻ വറുത്താണ്. നല്ല ഓയിലാണ്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടാവട്ടെ. സബോള ഇട്ട് കൊടുക്കാം.
ഏകദേശം എണ്ണ ചൂടായിട്ടു. ഒരു കുറച്ച് സബോള ഫ്രൈ ചെയ്ത് മേലെ ഇടാൻ വേണ്ടിയുള്ളതാണ്. മതി. അപ്പോൾ നമ്മുടെ സബോള ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും 6 kg കേട്ടോ വറുത്തെടുക്കണത്. അപ്പോൾ കുറച്ച് 6 kg വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. നേരെ അതിനകത്ത് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ 6 kg അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും 6 kg നല്ല ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരു ബ്ലാക്ക് കളർ വരും. അതിന് മുന്നേ അതുകൊണ്ടാണ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തത്. ഇന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഇടാം. നേരെ ബിരിയാണിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ഇറക്കി മാറ്റാം. ഇനി അപ്പോൾ നമുക്ക് ദമ്മടിക്കാൻ വേണ്ടി ഇതിൻ്റെ മേലെ ഒരു ദോശക്കല്ല് വയ്ക്കാം. ഇത് ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ദോശക്കല്ലിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. ദമ്മടിക്കാം. വലിയ ദമ്മടിക്കണില്ല, ചെറുതായിട്ടൊരു ദമ്മ്. മേലെ നിന്നൊന്നും കത്തിക്കണില്ല. നൈസ് തീയിലിട്ട് കൊടുക്കാം. എന്നിട്ട് കളർ കലക്കി ഒഴിക്കണം. കുറച്ച് റോസ് വാട്ടർ ഒഴിക്കുന്നുണ്ട്. രണ്ട് തുള്ളി റോസ് വാട്ടർ. എസൻസ് റോസ് വാട്ടറിൻ്റെ എസൻസാണ്. ഇനി നമുക്കത് മിക്സ് ചെയ്തിട്ട് നേരെ ബിരിയാണിയിലേക്ക് ഒഴിക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കളറും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ച പാലാണ്. കുറച്ച് നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ പയ്യെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്തച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി അതിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്തച്ച സബോള ഇതിൻ്റെ മേലെ ഇങ്ങനെ വിതറി കൊടുക്കാം. മല്ലിയിലും പുതിനയും നമുക്ക് കട്ട് ചെയ്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് മല്ലിയിലുണ്ട്, കുറച്ച് പുതിനയുണ്ട്. ഇതിൻ്റെ മേലെ ഇങ്ങനെ വിതറി കൊടുക്കാം. നമുക്കൊരു അരമണിക്കൂർ ദമ്മടിച്ച് വെച്ചേക്കാം. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ദമ്മ് പൊട്ടിക്കാൻ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. നമ്മളൊരു 3/4 മണിക്കൂർ നമ്മൾ ദമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ദമ്മ് പൊട്ടിക്കാം. എന്നിട്ട് ആവിയൊക്കെ പറക്കുന്നുണ്ട്. നമുക്ക് റൈസ് ചെയ്യുന്ന മേലെ കുറച്ചിങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിന് അധികം ഇട്ട് കൊടുക്കാം. നമ്മൾ വലിയ പാത്രമില്ല, നമുക്ക് ഉരുളിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. മട്ടൺ ആഡ് ചെയ്ത് മറിച്ചിട്ടെടുക്കാം. നോക്കാം മട്ടൺ എങ്ങനെ വെന്തോന്ന് നോക്കാം. ഓ നേരെ ചൂടുന്നു. മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
നല്ല നിൽക്കുന്നുണ്ട്. നമുക്ക് ഒരു പീസ് കഴിച്ചോക്കാം. നന്നായിട്ട് വന്നുണ്ടോ? നമുക്ക് പയ്യ നമുക്ക് എല്ലാവരും കഴിക്കാം. അച്ചോ എങ്ങനെയുണ്ട്? നല്ല ബിരിയാണിയാണ്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.